കായലുകളിൽ പോളപ്പായൽ നിറയുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ കായലിലേക്ക് പോകാനാവാത്ത സ്ഥിതി. കായൽ യാത്രയും പ്രതിസന്ധി. അടിയന്തര നടപടി വേണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടന. ചേർത്തല ചെങ്ങണ്ടക്കായലിലും വയലാർ പാലത്തിന് കിഴക്കും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് പോളപ്പായൽ തിങ്ങി നിറഞ്ഞു കിടക്കുന്നത്. മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കായലിലേക്ക് വള്ളം ഇറക്കാൻ പോലും കഴിയാത്ത സ്ഥിതി. ഈ പ്രദേശത്ത് 100-ലധികം കുടുംബങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. അവർ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ കുടുംബജീവിതം നയിച്ചു പോകുന്നത്. ഇത് ഏകദേശം ഒരു 2 മാസത്തിലധികമായി ഈ പായൽ ഇവിടെ തിങ്ങിക്കിടക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ 2 മാസത്തിലധികമായിട്ടും ഈ പായൽ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിട്ടില്ല. നമുക്ക് ജലഗതാഗതമായിട്ട് ബന്ധപ്പെട്ട് അതും നടക്കുന്നില്ല, മത്സ്യബന്ധനവും നടക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ഇന്ന് നിത്യപട്ടിണിയിലാണ്. ഈ പായലിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ ചെറിയുള്ളതല്ല. കാരണം ഒരു 2-3 മാസമായിട്ട് ഇതിന് കെട്ടിക്കിടക്കുകയാണ്. ഇതിപ്പോൾ ഒരു 2 ആഴ്ചയോടെ കഴിഞ്ഞാൽ ഗംഭീരമായി പൊക്കത്തി വരും. അതുകൊണ്ട് 1 മീറ്ററോളം പൊങ്ങുന്ന പായലാണ് ഇത്. മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, അതോടനുബന്ധമായി നിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, റേഷൻ കടക്കാരും എല്ലാം പോകാൻ മറ്റു മാർഗ്ഗമില്ലാത്തൊരു വഴിയിലാണ് നിൽക്കുന്നത്. ഇത് മുൻകാലങ്ങളിൽ പഞ്ചായത്തുകൾ ബന്ധപ്പെട്ട് പുള്ളഞ്ഞിറ പാടശേഖരത്തിൻ്റെ പുള്ളഞ്ഞിറ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് വാരി കൂട്ടിച്ചിട്ട് കർഷകർ കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവിടെ നിന്നാണ് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല, കാരണം വണ്ടി വരാനുള്ള പ്രയാസങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ആൾ കുറച്ച് ദൂരെ കൊണ്ടുപോയത് കൃഷിക്ക് ആവശ്യമായ നല്ല വളം കിട്ടുന്ന സാധനം കൂടിയാണ്. ഇത് പഞ്ചായത്ത് തൊഴിലുറപ്പുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ അതിൽ വരെ കരയിട്ട് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ധാരാളം ആളുകൾ ഇപ്പോൾ വരും. ഇത് കുറച്ച് കഴിഞ്ഞ് എടുക്കാൻ ആളുണ്ടായില്ല, കാരണം അപ്പോഴത്തേക്കൊരു അത് ഇതും മൂത്ത് വശകടായി പോകും. ഇപ്പോഴാകുമ്പോൾ കുറേ സമാധാനത്തിൽ കൊണ്ടുപോകാൻ ആളുകൾ തയ്യാറാകും. കായലിൽ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയാൽ കെട്ടുകളായി നിറഞ്ഞു കിടക്കുന്ന പോളയിൽ വള്ളം കുടുങ്ങി അപകട സാധ്യതയും നേരിടേണ്ടി വരുന്നു. വേലിയേറ്റ സമയങ്ങളിൽ കായലിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇടത്തോടുകളിലേക്കും പോള പായലുകൾ ഒഴുകിയെത്തുന്നു. ഇതുമൂലം വള്ളങ്ങളിൽ സഞ്ചരിക്കാനും കഴിയാത്ത സ്ഥിതി. അമിതമായി പോള നിറഞ്ഞു കിടക്കുന്നത് മത്സ്യങ്ങൾക്കും വലിയ ഭീഷണിയാണ്. വഞ്ചിവീട്, ശിക്കാരവള്ളം, സ്പീഡ് ബോട്ട് തുടങ്ങിയവയിൽ സഞ്ചാരികളുമായി യാത്ര ചെയ്യാൻ കഴിയാതെ വരുന്നതോടെ ചെറുകിട കായൽ ടൂറിസം പദ്ധതികളും പ്രതിസന്ധിയിൽ. പോള നീക്കം ചെയ്യാൻ സർക്കാർ തലത്തിൽ നടപടി വേണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ തൈക്കാട്ശ്ശേരി പാലം 2 ഉണ്ടല്ലോ, അരുക്കുറ്റി പാലം, തൈക്കാട്ശ്ശേരി പാലം, അവിടെയൊക്കെ ചെന്ന് ഇത് തടഞ്ഞു നിൽക്കുകയാണ്. ഈ വയലാർ പാലത്തെ ഇപ്പോൾ തടഞ്ഞു നിൽക്കും പോലെ തന്നെ ആ ഓരോ പാലത്തിലും തടഞ്ഞു നിൽക്കുകയാണ്. ഇതല്ലാതെ ഇത് വാരി തീർക്കാനും പണ്ട് വാരി തീർക്കുമായിരുന്നു, തൈക്കൊക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ തൈയിലേക്ക് ആളുകൾ ശ്രദ്ധിക്കണില്ല. തൈയെല്ലാം രോഗം വന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് തൈയുടെ. ഇവിടെ തന്നെ വാരി കൂട്ടിയിട്ടിട്ട് ലോറിക്ക് കൊണ്ടുപോകുമായിരുന്നു ഈ പായൽ. എൻ്റെയൊക്കെ ഒരു 5-8 വർഷത്തിന് മുമ്പ് ഈ പായൽ ഇവിടെ വാരിയിട്ടിട്ട് ലോറി വന്നിട്ട് ലോറിയെ കയറ്റി ഉള്ളിലുള്ള തെങ്ങിനൊക്കെ കൊണ്ടിടുമായിരുന്നു. അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല ഇപ്പോൾ. പിന്നെ ഇതിപ്പോൾ അനുഭവിക്കുക എന്ന് മാത്രമല്ലാതെ വേറൊരു രക്ഷയില്ല. ഇത് തീരുന്നവരെ ഇത് തന്നെ അനുഭവം. അല്ലാതെ ഇതിന് ഇടയ്ക്ക് പോയി പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫയർഫോഴ്സൊക്കെ വന്നെങ്കിലേ കരക്കയറാൻ പറ്റുള്ളൂ.